പ്രിയപ്പെട്ടവര്, ഇസ്രായേലിൽ നിന്നുള്ള മരണസംഖ്യയുടെ അവിടെയുള്ള ഡെത്ത് റേറ്റ് ഇപ്പോൾ ഇറാന്റെ തെസ്നീം എന്നറിയപ്പെടുന്ന വാർത്താ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അവിടെയുള്ള കാഷ്വാലിറ്റികളെല്ലാം ഇസ്രായേൽ മറച്ചു വെക്കുന്നു എന്നത് വസ്തുതയാണ്. ഈ കാര്യം അവിടെ താമസിക്കുന്ന ആളുകൾ പോലും സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു മലയാളി മരിച്ചതുപോലും അവിടെ സ്ഥിരീകരിച്ചില്ല എന്നിരിക്കെ അവിടെ നടക്കുന്ന വാർത്തകളിൽ വലിയൊരു ഭാഗവും പുറം ലോകം അറിയുന്നില്ല എന്നത് വസ്തുതയാണ്. എന്നാൽ പല കണക്കുകളും ശേഖരിച്ചുകൊണ്ട് ഇറാന്റെ തെസ്നീം എന്നറിയപ്പെടുന്ന വാർത്താ ഏജൻസി ഏകദേശം അവിടെ മരണപ്പെട്ടതിന്റെ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഇസ്രായേലിലെ ഡിമോണ, അതുപോലെ അറാദ് തുടങ്ങിയ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ 2 ആക്രമണമായിരുന്നു അത് എന്ന് നമുക്കറിയാം. എന്നാൽ അതുവരെയുള്ള കണക്ക്, അതിനുശേഷമുള്ള മരണക്കണക്ക് ഇതിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ അതിനു മുമ്പുള്ള 21 ദിവസത്തെ മരണക്കണക്കുകൾ തെസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 1281 ആളുകളെങ്കിലും ഇസ്രയേലിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് വാർത്ത മറച്ചു വെച്ചിട്ടും ഇറാന് ഇങ്ങനെയുള്ള ഒരു വാർത്താ ഏജൻസിക്ക് ലഭിച്ചത് എന്ന കാര്യം വളരെ കൃത്യമായി ഇവിടെ ഈ പത്രം രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് പറയുന്നു. ഏകദേശം ഇസ്രയേലിലുള്ള 10 സെമിത്തേരികളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ ഒരു കണക്ക് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെയുള്ള ഈ മരണപ്പെട്ട ആളുകളുടെ മരണ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്ന സംഘമാണ് ഹബ്ര ഖാദിഷ എന്ന് പറയുന്നത്. ഇവരിൽ നിന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സമിതിയാണ് സാക്ക എന്നറിയപ്പെടുന്നത്. ഈ 2 സംഘങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ കണക്ക് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഇസ്രായേലിലുള്ള ഈ സംഘം, അതായത് ഹബ്ര ഖാദിഷ എന്നറിയപ്പെടുന്ന സംഘം കൈകാര്യം ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഒരു ഏകദേശം 150 ആളുകളെയാണ്. എന്നാൽ ഈ 21 ദിവസത്തെ കണക്ക് വരുമ്പോൾ അത് 211 എത്തുന്നു. ഏകദേശം 61 ആളുകളെങ്കിലും ഈ സാധാരണ ലെവലിൽ നിന്ന് 21 ദിവസത്തെ യുദ്ധത്തിന്റെ കാലയളവിൽ മാറ്റം വന്നിരിക്കുന്നു എന്നതാണ് ഈ കണക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതാണ് ഇവിടെ പറയുന്നത്. 61 ആളുകളെങ്കിലും കൂടുതലായി ഒരു ദിവസം, ഈ 21 ദിവസം മാത്രം ഇത്രമാത്രം കൂടുതലായി മരണസംഖ്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് കൂട്ടുമ്പോൾ 21 ദിവസം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 1281 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ഈ ദുരന്ത നിവാരണ സംഘം എന്ന് നമ്മൾ പറഞ്ഞു സാക്ക. ഈ സാക്ക പരിക്കേറ്റ ആളുകളെ അല്ല അവർ കൈകാര്യം ചെയ്യുന്നത്, മരണപ്പെട്ട ആളുകളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗം ഏകദേശം 703 സ്ഥലങ്ങളെങ്കിലും അവർ സന്ദർശിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു സ്ഥലത്ത് ഒരാൾ മാത്രമാകണമെന്നില്ല, 5 ആളുകൾ മരിക്കാം, ഒരാളാകാം, ഇങ്ങനെയൊക്കെ മാറ്റം വരാം. അത്ര കൂടുതൽ സ്ഥലങ്ങൾ അവര് ഈ മരണവുമായി ബന്ധപ്പെട്ട് സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് ഈ കണക്ക് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 1281 ആളുകളെങ്കിലും ഇസ്രയേലിൽ മരണപ്പെട്ടു എന്നാണ് ഈ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇവിടെ തന്നെ പറയുന്നത് ഈ അവസാനം നടന്ന അറാദ്, അതുപോലെ തന്നെ ഡിമോണ, ഈ ആക്രമണങ്ങളിൽ ഉണ്ടായ മരണസംഖ്യ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ 21 ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിലെ മരണസംഖ്യകൾ ആ ഓരോ ദിവസവും ഉണ്ടായ മരണസംഖ്യയേക്കാൾ എത്രയോ കൂടുതലാണ് ഈ രണ്ട് സൈറ്റുകളെ ആക്രമിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഏകദേശം 200 ആളുകൾക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം 1281 ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഇസ്രായേൽ 4500ഓളം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവരെ കണക്ക് പ്രകാരം 18, 19, 20, 21 ഡെത്ത് റേറ്റുകളാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ടുള്ളത്. ഇതൊരിക്കലും തന്നെ ശരിയല്ല എന്ന് ബോധ്യപ്പെടും. 4000 ആളുകൾക്ക് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ മരണസംഖ്യ 20 എന്ന് പറയുന്നത് അത് ഒരു സാധാരണ ലെവലിൽ മറ്റു യുദ്ധങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതിൽ നിന്ന് വളരെ വലിയ വ്യത്യാസം അതിൽ കാണാൻ സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡെത്ത് റേറ്റ് അവർ പുറത്തു വിട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മലയാളി ഇസ്രയേലിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ അവർക്ക് കൃത്യമായി അതിന്റെ ഒരു ഔദ്യോഗികമായ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നില്ല.
അവരുടെ പാസ്പോർട്ട് അവിടെയുള്ള ഇസ്രയേലിലുള്ള മലയാളികൾക്ക് അയച്ചു കൊടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴാണ് മരണപ്പെട്ടു എന്ന വാർത്ത അവിടെയുള്ള മലയാളി സംഘങ്ങൾ ഈ കുടുംബത്തിനെ അറിയിക്കുന്നത്. എന്നാലും അവിടെ ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു സംവിധാനങ്ങളിൽ നിന്നോ ഇങ്ങനെയുള്ള മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ധാരാളം ആളുകളെ കണക്കുകൾ, മരണസംഖ്യകൾ അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല വിദേശത്തുള്ള ആളുകളാകുമ്പോൾ ഒരു പക്ഷേ ഈ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഇസ്രയേലിനകത്തുള്ള ആളുകളെ അവിടെ തന്നെ ശ്മശാനങ്ങളിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു എന്നതല്ലാതെ ഇതൊരു ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതിരിക്കുമ്പോൾ തീർച്ചയായും പുറം ലോകത്തിന് ഇസ്രായേലിലുണ്ടായ ഈ പരിക്കുകൾ, ഈ മരണസംഖ്യ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു കണക്കിലൂടെ ഏകദേശം ഇത്രയൊക്കെ മരണസംഖ്യ എത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഇറാന്റെ വാർത്താ ഏജൻസിയായ തെസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത്. മക്കളുടെ സ്കൂൾ ടൈമും മദ്രസ ടൈമും തമ്മിൽ ക്ലാഷ് ആവുന്നുണ്ടോ? അതോ വിദേശത്തായതുകൊണ്ട് മദ്രസയിൽ വിടാൻ പറ്റുന്നില്ലേ? ഇനി ടെൻഷൻ വേണ്ട. ത്വയ്ബ അക്കാദമി വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുത്ത് മദ്രസ പഠനം ഓൺലൈനായി നൽകാം. നാട്ടിലായാലും മറുനാട്ടിലായാലും പഠനം മുടങ്ങില്ല. ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.